നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി, അതായത് മൂന്നാമതും നരേന്ദ്രമോദി രാജ്യം ഭരിക്കരുത് എന്ന് പ്രതിപക്ഷത്തിന് വാശിയുണ്ടായിരുന്നു. അങ്ങനെ മോദി അതായത് BJP മൂന്നാമതും അധികാരത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യം എന്ന ഒരു തട്ടിക്കൂട്ട് മുന്നണി രൂപീകരിച്ചത്. പക്ഷേ ആ മുന്നണി രൂപീകരിച്ചപ്പോൾ തന്നെ നരേന്ദ്രമോദി പറഞ്ഞതാണ് അതിൻ്റെ ഒരു കാലാവധി 6 മാസമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് 6 മാസം കൊണ്ട് നിങ്ങളെ നമ്മൾ താഴെ ഇറക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ ആ 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വർഷങ്ങളായി. പക്ഷേ 6 മാസം നരേന്ദ്രമോദി പറഞ്ഞ കാലയളവിൽ തന്നെ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യവുമായി അടിച്ചു പിരിഞ്ഞു, തൃണമൂൽ കോൺഗ്രസ് അടിച്ചു പിരിഞ്ഞു, അങ്ങനെ ഓരോരോ പാർട്ടികളായി അടിച്ചു പിരിഞ്ഞു കൊണ്ടുപോകുന്നു. ഇപ്പോഴിതാ DMKക്ക് കോൺഗ്രസുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു തരത്തിലുമുള്ള കൂട്ടുകൂടാനോ ഇപ്പോൾ താല്പര്യമില്ല എന്ന് DMK തുറന്നു പറയുന്നു. കാരണം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അധികാരം കിട്ടാൻ വേണ്ടി നേരെ കോൺഗ്രസ് എന്ത് ചെയ്തു? വിജയുടെ പാർട്ടിയായ തമിഴകം വെற்றி ഘടകത്തിനോട് കൈകൊടുത്തുകൊണ്ട് കയറി. അതോടുകൂടി DMKയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിലൊരു വിള്ളൽ വീണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരായ പുതിയ തന്ത്രങ്ങൾ മെനയുന്നതിനായി ഇന്ത്യ മുന്നണി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം ജൂൺ 8-നാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറം നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. TVKക്ക് പിന്തുണ നൽകിയ കോൺഗ്രസിനൊപ്പം യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് DMKയുടെ നിലപാട്. അതിനു പിന്നാലെ കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നു CPM-ഉം. തങ്ങൾക്ക് BJPയുമായി കരാറുണ്ടെന്ന മട്ടിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അടിസ്ഥാനരഹിതമായ ഓരോ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്നാണ് CPM-ന്റെ പരാതി. ഈ വിഷയത്തിൽ വിശദീകരണവും ആവശ്യപ്പെട്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കത്തെഴുതിയിരിക്കുകയാണ്. നിലവിൽ CPM-ൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ ഈ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ MA ബേബി പങ്കെടുക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കത്തിന്റെ പകർപ്പ് മറ്റ് സഖ്യകക്ഷികൾക്കും അയച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുടെ പ്രസ്താവനകളോടും ബേബി കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ CPM-ഉം BJPയും തമ്മിൽ രാഷ്ട്രീയ ധാരണ നിലനിൽക്കുന്നുണ്ടെന്നും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കരാറുണ്ടെന്നും കോൺഗ്രസ് ആവർത്തിച്ച് പ്രചരിപ്പിച്ചിരുന്നുവെന്നാണ് MA ബേബി ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ മനോഭാവത്തിന് വിരുദ്ധമാണിതെന്ന് CPM വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും തങ്ങൾക്കിത് അംഗീകരിക്കാനാകില്ല എന്നും MA ബേബി കത്തിൽ പറയുന്നു. RSSും BJPക്കുമെതിരെ നേരിട്ട് രാഷ്ട്രീയ പോരാട്ടം നടത്തുകയാണ് തങ്ങളെന്നും MA ബേബി അവകാശപ്പെടുകയാണ്. BJPക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നതിനാണ് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചതെന്നും അത്തരമൊരു ഘട്ടത്തിൽ സഖ്യ പങ്കാളികളെ കുറ്റപ്പെടുത്തുന്നത് സഖ്യത്തിന്റെ വിശ്വാസത്തെ തന്നെ ദുർബലപ്പെടുത്തുമെന്നും സഖ്യത്തിന്റെ വിശ്വാസത്തെ വലിയ രീതിയിൽ തകർക്കുമെന്നാണ് ബേബി കത്തിൽ പറയുന്നത്. ഈ ആരോപണങ്ങളെക്കുറിച്ചുള്ള സ്ഥിതിഗതികൾ വ്യക്തമാക്കിയില്ലെങ്കിൽ ജൂൺ 8-ന് നടക്കുന്ന സഖ്യയോഗത്തിന് മുമ്പ് തന്നെ ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്നും ബേബി പറയുന്നുണ്ട്. അതേസമയം ജാർഖണ്ഡ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കോൺഗ്രസ് തീരുമാനത്തെ തുടർന്ന് ഹേമന്ത് സോറന്റെ പാർട്ടിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയും അതിർത്തി രേഖപ്പെടുത്തി രംഗത്ത് വരുന്നുണ്ടെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. 2 രാജ്യസഭാ സീറ്റുകളിൽ ഒന്നിലേക്ക് പ്രണവ് ഖണ്ഡയെയാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ JMM 2 സീറ്റുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം JMM കോൺഗ്രസ് സഖ്യത്തിന് 2ലും വിജയിക്കാൻ ആവശ്യമായ സഖ്യബലം ഉണ്ട്. വെള്ളിയാഴ്ച നടന്ന JMM നേതൃത്വത്തിന്റെ യോഗത്തിന് ശേഷം 2 സീറ്റുകളിലേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് നിരവധി പാർട്ടി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു. അതിനിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷമായിരിക്കുന്നു. ഇന്ത്യ സഖ്യം എന്നൊരു മുന്നണിയിൽ എല്ലാ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നെങ്കിലും കോൺഗ്രസിന്റെ ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ട തീരുമാനത്തിൽ കോൺഗ്രസിന് എന്ത് തോന്നുന്നു, അത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് എന്ത് തോന്നുന്നു, അവർ അവരുടെ നീക്കത്തിലേക്കാണ്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് ഇന്ത്യ മുന്നണി എന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ തന്നെ ചോദിക്കുന്നു. എന്തായാലും ഇനി സ്റ്റാലിനും അതോടൊപ്പം തന്നെ അതായത് DMKയും കോൺഗ്രസും തമ്മിൽ ഇനിയൊരു കൂട്ടുകെട്ട് ഉണ്ടാകുമോ എന്നൊരു കാര്യം സംശയമാണ്. അഥവാ ഇനി ഉണ്ടായാലും കോൺഗ്രസിനെ കണ്ണടച്ച് വിശ്വസിക്കില്ല. കാര്യം എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസ് കാല് വാരാം എന്ന ഒരു വിശ്വാസം എന്തായാലും സ്റ്റാലിനും DMKയ്ക്കും ഉണ്ടാകും. അതുകൊണ്ട് കോൺഗ്രസുമായിട്ട് കൂടുതൽ ഒരു അടുക്കാൻ ഇനി എന്തായാലും DMK തയ്യാറാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.